തീർച്ചയായിട്ടും അത് കണ്ടാൽ മതി. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനം ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോടെ വയ്ക്കുകയുള്ളൂ. ഇപ്പം ചോട്ടംബായ് പോലത്തെ നരൻ പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് കൂവാനും കൈയടിക്കാനും എഴുന്നേറ്റ് തുള്ളാനൊക്കെ ഉണ്ടെന്ന ഒരു ഗോസ്റ്റ് മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പോൾ മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ തോന്നുന്നുണ്ടോ? അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചോട്ടംബായ് ഈ തിയേറ്ററിൽ വന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വലിയ കാഴ്ച. അതൊരു തിരിച്ചറിവിൻ്റെ നിമിഷമാണ്. കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുള്ളുന്നത്. ആ തല എന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ. മോള് തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു. എന്താ അത് കാണുമ്പോൾ സന്തോഷം. നമ്മൾ ആ 90s കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിന്നലെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, നമ്മുടെ രാജമാണിക്യം ഈ സമയത്ത് ഇറക്കേണ്ട ഒരു സിനിമയാണ്. ബിഗ് ബി ബിലാലൊന്നും വേണ്ട, ബിഗ് ബി തന്നെ ഒന്നുകൂടെ നിപ്പിറക്കിയ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രാജമാണിക്യവും ബിഗ് ബിയും ഇപ്പോൾ ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഏതെങ്കിലും പോയിന്റിൽ എനിക്ക് ഇങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ? അതായത് മനസ്സിലായില്ല. എക്സ്പ്ലോർ ചെയ്യണ സിംഗിങ് അങ്ങനെയാണ്. എന്തുവാ അങ്ങനെ ആക്ച്വലി തോന്നിയിട്ടില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഞാൻ പാടുന്ന മാത്രമേ ഇതുവരെ കേട്ടില്ല കേട്ടോ. ഈ കൂടുതലും വെസ്റ്റേൺ ഇംഗ്ലീഷ് സോങ്സ് ആണ് കൂടുതലും പാടി കേട്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഇടയ്ക്ക് അതും ഉപദേശിച്ചിട്ടുണ്ട്, മക്കളെ ഈ ഇംഗ്ലീഷ് പാട്ടുമായിട്ട് ഇരിക്കരുത്. നമ്മുടെ ഇവിടെ ഒരുപാട് മലയാള സോങ്സ് ഉണ്ട്, തമിഴ് വേണം പഠിക്കാം, തമിഴ് പാടണം, അങ്ങനെ നാവിൽ അതെല്ലാം വരണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്.